A24ന്റെ ഏറ്റവും പുതിയൊരു ഹൊറർ മൂവിയാണ് ബ്രിങ്ങർ ബാക്ക്. ഒരു കിട്ടിയ മൂവിയാണ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. കാരണം A24ന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ടെംപ്ലേറ്റോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി ടെല്ലിങ്ങോ അങ്ങനത്തെ രീതിയിലായിരിക്കത്തില്ല അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാ മൂവീസും ഒരു ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ മിക്ക മൂവീസും എനിക്ക് നല്ല രീതിയിൽ വർക്കാവുന്ന മൂവീസാണ്, ചിലതൊക്കെ വർക്കായിട്ടില്ല. ആൻഡ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ ഇതിനു മുമ്പ് റിലീസായ ഒരു ഹൊറർ മൂവി ഉണ്ട് A24 എന്ന് പറഞ്ഞാൽ ടോക്ക് ടു മീ. അതേപോലത്തെ ഒരു മോഡൽ വരുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി ഒരു കംപ്ലീറ്റ്ലി ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഹൊറർ പ്ലസ് ത്രില്ലർ മോഡിലാണ് സിനിമ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സർവൈവലാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അച്ഛൻ മരിച്ച കുട്ടികൾ അവർക്ക് പിന്നീട് വേറെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഒരു ലേഡി അഡോപ്റ്റ് ചെയ്യും. ആ ലേഡി അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു വീട്ടിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. ഈ ഒരു ലേഡി അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ രണ്ടുപേരിൽ ഒരു പെൺകുട്ടിക്ക് കാണാൻ പറ്റത്തില്ല. സോ ഇവർ ആ ഒരു വീട്ടിൽ പോയതിനു ശേഷം അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രസന്റേഷൻ തന്നെയാണ്. ഈ ഒരു മൂവിയിലെ വേൾഡ് ബിൽഡ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ മിസ്റ്ററീസ് ആയാലും എല്ലാം വളരെ നൈസായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ഹൊറർ എലമെന്റ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് മാജിക്കും അല്ലെങ്കിൽ പൊസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ്. അത് വളരെ നൈസായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പല ഹൊറർ മൂവീസിലും കാണുന്ന പോലെ ഒരുപാട് ജംസ്കേഴ്സ് ഒക്കെ കൊണ്ടുവച്ച് അങ്ങനെ കൊളവാക്കിയിട്ടൊന്നുമില്ല. വളരെ നൈസായിട്ടാണ് ഇതിൽ ഓരോ എലമെന്റ്സും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഹൊറർ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജംസ്കേഴ്സ് കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യാതെ വെച്ച് പെട്ടെന്ന് ഒരാൾ കയറി വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇന്ന ആൾ ഇവിടെ നിന്ന് വരും. അങ്ങനെയൊന്നുമല്ല, വളരെ നൈസായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഹൊറർ സീക്വൻസ് ഒക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരിക്കും. നമ്മൾ കണ്ണടച്ച് കണ്ണുറക്കുമ്പോൾ ആ ഒരു സീൻ അങ്ങ് കഴിഞ്ഞു കാണും. അങ്ങനെയാണ് ഈ ഒരു മൂവിൽ പല സീക്വൻസും കാണിച്ചിരിക്കുന്നത്. ഈ ഡാർക്ക് മാജിക് അല്ലെങ്കിൽ ആ ഒരു പൊസസ് അങ്ങനത്തെ കുറെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിക്ക് പ്രസന്റ് ചെയ്യായിരുന്നു. പക്ഷെ വളരെ സിമ്പിളായിട്ട്, പക്ഷെ സിമ്പിൾ ആണെങ്കിൽ കാണുമ്പോൾ നമ്മൾ ഓക്കെ അടിപൊളി എന്ന് തോന്നുന്ന രീതിക്കാണ് ഇതിലെ ഓരോ എലമെന്റ്സ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഇതിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഒരു ടെംപ്ലേറ്റ് നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്. അതിന്റെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയുടെ മെയിൻ പ്ലോട്ടിലോട്ട് എത്തി കഴിയുമ്പോൾ നമ്മൾ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന പല സീക്വൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഡിക്ഷന്റെ അപ്പുറത്തേക്ക് നൈസായിട്ടാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അത് നൈസായിരുന്നു. അതുപോലെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു എലമെന്റ് ആണ് ഈ ഒരു മൂവിയുടെ കളർ തീം. വളരെ പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങിന്. അതായത് നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ കാണുന്ന ഒരു മൂഡി ആയിട്ടുള്ള ഭയങ്കര ക്ലൗഡി ഇരുട്ടായിട്ടുള്ള ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു തീമിലാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി പോകുന്നത്. ഈ ഒരു മൂവിയുടെ മെയിൻ എലമെന്റ് എവിടെയൊക്കെ സംസാരിക്കുന്ന ആ ഒരു കളർ ടൂൺ വളരെ നൈസായിട്ട് തന്നെ സീക്വൻസിൽ ബെൽഡായി പോകുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് ഹൊറർ മൂവി അല്ല, ഇത് ഒരു A24ന്റെ മൂവിയാണ്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് പോയി കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് A24ന്റെ മൂവീസും അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടുമുമ്പ് റിലീസായ ടോക്ക് ടു മീ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്, അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൂവി ഇഷ്ടപ്പെടും. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.